പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ വിവാഹ തട്ടിപ്പ് വീരനെന്നാണ് ഏറ്റവും അവസാനം ലഭിച്ച വിവരം. 2 കല്യാണങ്ങൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു. ഈ പെൺകുട്ടികൾ ഇപ്പോൾ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഒളിവിൽ പോയ രാഹുലിനായി അന്വേഷണം വ്യാപിപ്പിച്ചു. പോലീസ് വല വിരിച്ചിരിക്കുക. ഭർത്തൃ വീട്ടുകാർക്കെതിരെ പെൺകുട്ടിയുടെ കുടുംബം വനിതാ കമ്മീഷനും ആലുവ റൂറൽ എസ് പിക്കും പരാതി കൊടുത്തു. ഈ കല്യാണത്തിന് ശേഷമാണ് 2 എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എൻഗേജ്മെന്റ് രണ്ടും അത് പിന്നീട് ഈ പെണ്ണിന്റെ ആളുകൾ അന്വേഷിച്ചപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതൊഴിഞ്ഞത് എന്നാണ്. ഇപ്പൊ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഒരു ചാനലിന്റെ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്നു ഈ പെൺകുട്ടി. അപ്പോൾ അത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ അത് പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇയാളൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഒഴിവാകുകയാണ് ചെയ്തത്. തട്ടിപ്പ് വീരനാണ്. പ്രത്യേകിച്ച് കല്യാണങ്ങൾ കൂടുതൽ നടത്തി സമ്പന്നനാകുക എന്ന സ്റ്റൈലിൽ നടന്ന ഒരാളാണ് ഈ കക്ഷി എന്നാണ് പറയുന്നത്. മേപ്പടി കക്ഷിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത വിജി തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ നമ്മൾ വിചാരിച്ച കക്ഷിയല്ലല്ലേ? റേഞ്ച് കൂടിയ ആളാ. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ രാഹുൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് വീരനാണെന്നാണ്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 പെൺകുട്ടികൾ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കോട്ടയത്തും ഒപ്പം തന്നെ എറണാകുളത്തും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ വിവരം ലഭ്യമായിരിക്കുന്നത്. ഈ പെൺകുട്ടികൾ രാഹുലിനെതിരെ ഈ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് നിയമപരമായി ബന്ധം വേർപെടുത്തുന്നതിന് മുൻപാണ് ഈ പറവൂരിലുള്ള ഈ പെൺകുട്ടിയുമായി വീണ്ടും രാഹുൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വിവാഹ രജിസ്റ്റർ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ തെളിവായി പെൺകുട്ടികൾ പോലീസിൽ നൽകിയിട്ടുണ്ട്. ഈ വിവാഹം നടക്കുകയും പിന്നീട് ഈ രാഹുലിന്റെ സ്വഭാവം സംബന്ധിച്ചുകൊണ്ടുള്ള ഈ ചില വിവരങ്ങൾ പെൺകുട്ടികൾക്ക് ലഭ്യമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടികളും വീട്ടുകാരും രാഹുലിൽ നിന്നുമുള്ള ബന്ധം വേർപെടുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ഈ വീട്ടുകാരുമൊക്കെയായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ വീട്ടുകാർ പറയുന്നത് 2 എൻഗേജ്മെന്റ് നേരത്തെ തന്നെ രാഹുലുമായി നടത്തിയിട്ടുണ്ടായിരുന്നു മറ്റ് 2 വീട്ടുകാർ. ഇതിലൊരു വീട്ടുകാരുമായി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ സംസാരിച്ചിരുന്നു. രാഹുൽ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ രാഹുൽ നല്ല 1-ാം തരം ഫ്രോഡ് എന്നാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നത്. അത് അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെടുകയും പിന്നീട് ഈ കുടുംബം ആ ബന്ധങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പക്ഷേ ഇതൊന്നും തന്നെ കല്യാണ സമയത്ത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിവാഹത്തിന് ശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞതെന്നും ഈ പെൺകുട്ടിയുടെ പറവൂരിലെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ 24നോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഈ പന്തീരങ്കാവ് CIക്കെതിരെയും ചില ആരോപണങ്ങൾ, പോലീസിനെതിരെയും ചില ആരോപണങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വേണ്ട രീതിയിൽ അന്വേഷണം ഈ പോലീസ് നടത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്തരം കേസുകളിൽ പോലീസ് ഇരയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ പോലീസ് നിൽക്കുന്നത് പ്രതിക്കൊപ്പമാണെന്നൊരു ആരോപണം കൂടി ഈ പെൺകുട്ടിയുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. തന്റെ മകൾക്ക് നീതി ലഭിക്കും വരെയും പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ വനിതാ കമ്മീഷന് അവർ പരാതി നൽകിയിട്ടുണ്ട്. ആലുവ റൂറൽ എസ് പിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പോലീസ് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും വീണ്ടും ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായി എറണാകുളത്തേക്ക് എത്തുമെന്ന ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നു. പക്ഷെ ഇതുവരെയും എത്തിയിട്ടില്ല. ഇന്നെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി. എന്തായാലും ഈ രാഹുൽ എന്ന് പറയുന്ന ആളൊരു വിവാഹ തട്ടിപ്പ് വീരനാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ്. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയാണ് രാഹുൽ. ഇതിൽ പോലീസ് വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ADGP MR അജിത് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഫറൂഖ് ACPക്ക് അന്വേഷണ ചുമതല നൽകുമെന്നാണ് അറിയുന്നത്. ദീപക് തർമ്മ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ എന്ന് പറയുന്ന ആൾ ഇത്രയധികം തട്ടിപ്പുകൾ നടത്തിയിട്ടും ഇയാൾ പോലീസ് വലയിൽ നേരത്തെ ആയില്ല എന്നത് അത്ഭുതമാണ്. പറയൂ വിശദാംശങ്ങൾ. SKN അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പോലീസ് വലയിലാകുന്നില്ല എന്നുള്ളതും പോലീസ് നടപടിയിൽ മെല്ലപ്പോക്കുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിക്ക് ഈ ഇരയുടെ കുടുംബം ഇരയുടെ കുടുംബം ഇന്നലെ ഒരു പരാതി അയച്ചു.
ആ പരാതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത്. ADGP MR അജിത് കുമാറിനെ, ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നിർദ്ദേശം നൽകുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഉടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണ ചുമതല മാറ്റാൻ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഈ അവിടുത്തെ IP ആയ സരിനെയും അതുപോലെ SHOയും SIയും ഈ SIയുടെയും SHO തലത്തിലുള്ള അന്വേഷണം പോരാ, DYSP തലത്തിലേക്ക് അന്വേഷണം മാറ്റണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഫറൂഖ് ACPയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ കൈമാറി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ ചില കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക നിഗമനമുണ്ട് ഈ പരാതിയിലെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ. അത്തരം ഒരു പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്കറിയാൻ സാധിച്ചത്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്തരം ഒരു പീഡന കേസിൽ ഇരയോടൊപ്പം നിൽക്കാൻ പോലീസ് തയ്യാറാകണം. അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇരയുടെ കുടുംബത്തിന്റെ പരാതിയിൽ വിശദമായി പറയുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധിച്ചു. തുടർന്നാണ് ADGPക്ക് ഇത്തരത്തിൽ ഒരു കർശന നടപടിയിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകും. മറ്റൊന്ന്, ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും നിലവിലുള്ള അന്വേഷണ ചുമതലക്കാരെ മാറ്റിക്കൊണ്ട് ഉന്നതതല അന്വേഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ACPയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ രാഹുലിന് വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ചിലർ ശ്രമം നടത്തുന്നു, ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് പോലീസ് തലപ്പത്തും ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായ നിഗമനം. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. എന്തായാലും ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ന്യായയുക്തമായ അന്വേഷണങ്ങൾ നടക്കട്ടെ. ഈ രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ നിയമം നൽകുന്ന, അനുശാസിക്കുന്ന ഏറ്റവും നല്ല ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് പറയാനുള്ളത്, പുതിയ കാലത്ത് പ്രത്യേകിച്ച് IT-യുടെയൊക്കെ ലോകത്ത് പ്രവർത്തിക്കുന്ന പല കുട്ടികളും സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കാൻ തയ്യാറല്ല. പല ആളുകളും ഇപ്പോഴും ഉണ്ട്. അതായത് ഭാര്യ ഉണ്ടാക്കുന്ന ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കൊണ്ട് ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന് കരുതി നടക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. സ്ത്രീധനം കൊടുക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ വാങ്ങാൻ ഒരാൾക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും പല ആളുകൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ കല്യാണം പോലും കഴിക്കേണ്ടെന്ന് തീരുമാനിച്ച ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. വളരെ ബോൾഡായ തീരുമാനം ഇപ്പോഴത്തെ പെൺകുട്ടികൾ എടുക്കട്ടെ. അപ്പോൾ അഥവാ ഇതിൽ ഒരു താല്പര്യം എടുത്ത് നടക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് വിലങ്ങുതടിയാവും ഇത്തരം ചിന്താഗതികൾ.